വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും വേണ്ട. വീട്ടിലൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാവുന്നതും കുറയ്ക്കാവുന്നതുമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാല് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ കട്ടയില്ലാതെ ഈ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഇത് അരിച്ചെടുക്കാം. അപ്പോൾ തീരെ കട്ടയില്ലാതെ നിങ്ങൾക്ക് നല്ല സ്മൂത്തായിട്ടുള്ള മിക്സ്ചറായി കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഇതൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നവരെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കണം. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 25 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആവണം, തീരെ കട്ട ഉണ്ടാവാൻ പാടില്ല. അതിനുശേഷം ഇതൊരു പുഡിംഗ് ട്രേയിലേക്കോ അതുപോലെ ചെറിയ ഇതുപോലെയുള്ള ഗ്ലാസ്സുകളിലേക്ക്, സിംഗിൾ സെർവിങ്ങിൻ്റെ ഗ്ലാസ്സുകളിലേക്കോ കപ്പുകളിലേക്കോ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മുടെ പുഡിംഗ് മിക്സ്ചർ ഉണ്ടാവേണ്ടത്. എന്നാലേ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ സെറ്റാവാൻ വേണ്ടി വയ്ക്കാം. ഒരു 2-3 hours നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് സ്കൂപ്പ് ചെയ്യുന്ന രീതിയിൽ സെറ്റായി കിട്ടും. ഒരുപാട് ഹാർഡായിട്ടൊന്നല്ല ഉണ്ടാവുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു പുഡിംഗ് ഉണ്ടാവുക. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ഐസിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് വെച്ചിട്ടോ വേറെ എന്തെങ്കിലും ക്യാൻഡീസൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനുശേഷം ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഇതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ള പരിപാടി നമ്മുടെ പുഡിംഗ് റെഡിയാണ്. അപ്പം നിങ്ങൾ പാർട്ടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഹിറ്റായിരിക്കും. നല്ല ടേസ്റ്റുള്ളൊരു പുഡിംഗാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.